എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുമണിക്ക് ഉക്രൂനെ കണ്ടാൽ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. ഇത്രയും നേരം ഉക്രൂനായിട്ട് അവൻ വന്ന് കയറിയ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഉക്രു മൈൻഡ് ചെയ്തില്ല. ഉക്രു ക്ലീനിങ് ആയിരുന്നു. അവൻ്റെ കയ്യുമ്മലും കാലുമ്മലൊക്കെ നിറച്ച് ചളിയായിട്ടാണ് വന്നിട്ടുള്ളത്. എവിടെയൊക്കെയോ പോയി പാടത്തും പറമ്പിലൊക്കെ കിടന്ന് ഓടിയിട്ട് ആകെ ചളിയാണ്. അപ്പോൾ അവൻ അത് ക്ലീൻ ചെയ്യുന്നൊരു തിരക്കിലായിരുന്നു. കുഞ്ഞുമണിയെ ശ്രദ്ധിച്ചേ ഇല്ല. അവസാനം കുഞ്ഞുമണി ഇതാ ഉക്രൂൻ്റെ അടുത്ത് തന്നെ കിടന്ന് ഉറങ്ങിയിട്ടാ. അവളെല്ലാം ശ്രമിച്ചോട് കിടക്കല്ല. കുട്ടീനെ ഒന്ന് നോക്ക്. ചവിട്ടണം. എന്ത് ചെയ്തിട്ടാവൻ മൈൻഡ് ചെയ്യുന്നില്ല. വായയിൽ കിടന്ന് ഉരുളുണ്ട് കുട്ടി. കുരയ്ക്കാതെ നിൽക്കണം. അവൻ ക്ലീനിങ് ആണ്. എന്ത് കോലത്തിലാ വന്നല്ലോ നോക്കി. കാലുമുലൊക്കെ ചളി. ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു ദിവസം എടുക്കും. എന്നിട്ട് അവിടെ ഒച്ച കേട്ടപ്പോഴേക്കും എന്തിട്ട് കുഞ്ഞുമണി ചെയ്യണേ? കുഞ്ഞുമണിയെ എന്തിട്ട് ചെയ്യണത്? ഉക്രപ്പാപ്പ നോക്കണില്ലേ കുട്ടീനെ? അമ്മേനെ നോക്കിച്ചു. ഉക്രപ്പാപ്പ നോക്കണില്ലേ കുട്ടീനെ? ഉക്രപ്പാപ്പൻ ക്ലീനിങ് ചെളിയായി വന്നിട്ടേ കാലുമ്പിലൊക്കെ ചെളിയ ഉക്രപ്പാപ്പൻ്റെ. അപ്പോൾ ക്ലീൻ ചെയ്യുക. നെയ്യും ക്ലീൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ തന്നെ ഉക്രപ്പാപ്പനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അവിടെ കിടന്നു. ഇവിടെ കിടന്നു കേട്ടോ. ഇവിടെ കുട്ടൂസ് എവിടെ? കുട്ടൂസിനെ കണ്ടില്ലല്ലോ. നീ കുട്ടൂസിനെ കണ്ടില്ല? നീ വരുമ്പോ കുട്ടൂസിനെ കണ്ടോന്ന്? കുട്ടൂസിനെ കണ്ടില്ലേ? മാറി നിൽക്കുക. അപ്പൊ ഇത് ശരിക്കും ടൈറ്റാണ്. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കേട്ടോ. ചോട്ടാ. വരുന്നു ഓരോരുത്തരുടെ വിഷമങ്ങള്. ഇപ്പൊ വരാട്ടാ. ഇപ്പൊ വരാം. അത് തത്തകളാട്ടാ. അവര് വിളി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇന്നലെ രാവിലെ ഫുഡ് വെച്ച് കൊടുത്ത് നിങ്ങൾ പോയില്ല. പിന്നെ വരുമ്പോ രാത്രിയായി. അതുകൊണ്ട് പിന്നെ അവർക്ക് രാത്രി ഞാൻ അങ്ങോട്ട് കയറിയിട്ടേ ഇല്ല. ഇപ്പൊ വിളി തുടങ്ങിയിട്ടുണ്ട്. 9:30 കഴിഞ്ഞില്ലേ. ഇപ്പൊ വരാട്ടാ. ഇവിടെ കുഞ്ഞുമണിക്ക് തരി പാല് കൊടുക്കട്ടെ. അതിലൊരു ബിസ്ക്കറ്റും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അവള് ബിസ്ക്കറ്റ് ഇതിൽ പൊട്ടിച്ചിടാതെ തന്നെ തിന്നുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് കുതിർത്തിയിട്ട് കൊടുത്തോക്കാന്ന് കരുതിട്ടാ. അകത്തേക്ക് പാത്രം വെച്ച് എന്താ വെച്ചാലേ പുറത്ത് നമ്മുടെ പട്ടാളം മുഴുവൻ ഉണ്ട്. മണിക്കുട്ടി അവിടെ താമസം എടുക്കുന്നുണ്ട്. പിന്നെ കുട്ടൂസ് ഉണ്ട് അപ്പുറത്ത്. പിന്നെ ഉക്രപ്പുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ പിന്നെ അവരെല്ലാവരും കുട്ടൂനോടെ കാണാമല്ലോ. മുറ്റത്ത് കിടക്കുന്നത്. മുറ്റത്ത് കിടക്കുന്നുണ്ട്. ഉക്രപ്പനെ കിട്ടി. അപ്പൊ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കിടക്കണതല്ലേ. ശരിക്കും കിടക്കട്ടെ. ഇങ്ങനെ എടുക്കുക.
കുഞ്ഞുമണി ഉറങ്ങായിരുന്നു കേട്ടോ. രാവിലത്തെ കളി ഭയങ്കര കളിയായിരുന്നു അമ്മേനായിട്ട്. ഞാൻ എനിച്ചു വരുമ്പോഴേ മണിക്കുട്ടീനായിട്ട് ഭയങ്കര കളിയാണ്. അവർ എല്ലിൻ്റെ ഒരു കഷ്ണം ഉണ്ടല്ലോ അതും പിന്നെ ബോളും ഒക്കെ ആയിട്ട് മുറ്റത്ത് വരുന്ന കളി. ഒരു അരമണിക്കൂറിൽ കൂടുതൽ അവർ കളിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും ഉക്രപ്പനെ കിട്ടി ഞങ്ങൾക്ക്. ഉക്രപ്പനെ കിട്ടിയപ്പോൾ പിന്നെ കുറേ നേരം ഉക്രപ്പൻ്റെ അടുത്ത് പോയിട്ട് സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഉക്രപ്പൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല അവിടെ. ഉക്രപ്പൻ ആകെ ദേഹത്ത് മുഴുവൻ ചെളിയായിട്ടാണ് വന്നത്. അപ്പോൾ ഉക്രപ്പൻ ആ ചെളി ക്ലീൻ ചെയ്യണ തിരക്കിലായിരുന്നു. അപ്പോൾ കുട്ടീനെ മൈൻഡ് ചെയ്തില്ല. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി അവൾ. ഇപ്പോൾ പാല് കൊടുത്തപ്പോഴാണ് എണിച്ചത്. അപ്പോൾ ഒരു ഉറക്കക്ഷീണമുണ്ട് കേട്ടോ മുഖത്ത്. ഇനിയിപ്പോൾ ഒന്ന് ഉഷാറാവും. ഇപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങി. ഉക്രപ്പനും മണിക്കുട്ടിയും കുട്ടൂസും ഒക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ബിസ്ക്കറ്റ് ശരിക്കാണ്ട് കുതിർന്നിട്ടില്ല, എന്നാലും അവൾ തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളത് കുതിർത്താതെയും കൊടുക്കാറുണ്ട്. കുതിർത്താതെ കൊടുത്താലേ അവൾ തിന്നും. ഇങ്ങനെ കഷ്ണം കഷ്ണം ഇട്ട് കൊടുത്താൽ അതെടുത്തിട്ട് ഓടും അവൾ. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുന്നിട്ട് അവളുടെ ആ ചാക്കൊക്കെ ഇല്ലേ അതിലൊക്കെ പോയി ഇരുന്നിട്ട് തിന്നും. പിന്നെ എല്ലിൻ്റെ ഒരു പീസ് ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അത് കടിച്ച് പൊട്ടിച്ചു മണിക്കുട്ടി. അത് 4 പീസായി. അത് കാണാനില്ല ഇപ്പോൾ. അത്ര ആ കണ്ടീഷനാക്കി അവൾ. 2 ഉണ്ട്. ഇനി ഒരെണ്ണം പിന്നെ കൊടുക്കാച്ചിട്ടാണ്. ഇപ്പം അത് ഞാൻ ഒരു തുണ്ടതിൻ്റെ ബാക്കിയുള്ള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുമണിക്ക് കൊടുക്കാച്ചിട്ട്. മണിക്കുട്ടികളെ അപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം മണിക്കുട്ടിയാണ് അതെടുത്ത് ഓടുന്നത്. ഉക്രപ്പൻ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് അരി ബാക്കിയുള്ള ഞാൻ ഉക്രപ്പന് കൊടുക്കാം. അവൻ കുറേ നേരമായി നോക്കി നിൽക്കുന്നു മണിക്കുട്ടി കുടിക്കുന്നുണ്ട്, അല്ല കുഞ്ഞുമണി കുടിക്കുന്നുണ്ട്. ഇതാ ഓടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞുമണി ഇതാ മുറ്റത്തേക്ക് ഇറങ്ങി, മണിക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവൾ പാല് കുടിക്കാൻ നോക്കുന്നുണ്ട്. അവൾക്ക് എന്ത് കഴിച്ചാലും അപ്പം പിന്നെ അമ്മയുടെ പാല് കുടിക്കണം പോയിട്ട്. അല്ലെങ്കിൽ തീരെ പാല് കുടിക്കാറില്ല. ഇപ്പോൾ പാല് കുടിയൊക്കെ നിർത്തിയ പോലെയാണ്. ഒന്നും കിട്ടാനുമില്ല. വെറുതെ ഇങ്ങനെ ട്രൈ ചെയ്യണമല്ലോ. ആ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മണിക്കുട്ടി അത് തുറന്ന് പോകും. ഇതാ അവൾ ഈസി ആയിട്ട് പോയി അതിൻ്റെ ഉള്ളിൽ കൂടെ. ഞാൻ ലോക്ക് ചെയ്തിട്ട് വരാം. ഉക്രപ്പനെ ഉണ്ടെന്ന് കളിയിപ്പോ. ഉക്രപ്പ ഇപ്പം മൈൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ ഉക്രപ്പം മൈൻഡ് ചെയ്തിരുന്നില്ല. ഒന്ന് നോക്കണ കുട്ടിയൊന്നുമില്ലേ? എത്ര നേരം ഞാൻ നിന്റെ അടുത്ത് വന്ന് കിടക്കുന്നു. അതിനൊന്ന് നോക്കിയേ. ബോള് അവൻ്റെ അടുത്തേക്കല്ലേ, അവൻ്റെ അടുത്തേക്കല്ലേ. ഇപ്പം അമ്മയില്ല, മണിക്കുട്ടിയില്ല. മണിക്കുട്ടി ഉണ്ടെങ്കിൽ അവളെ അലൗ ചെയ്യില്ല കളിക്കാനായിട്ട്. കുട്ടൂസിൻ്റെ കൂടെ കുഞ്ഞുമണി കളിക്കുന്നത് മണിക്കുട്ടിക്ക് തീരെ ഇഷ്ടമല്ല. ഇപ്പം അമ്മ അവിടെ ഇറങ്ങിപ്പോയില്ലേ, എന്നാൽ ഞാൻ അവൻ്റെ കൂടെ കളിക്കും. അപ്പോഴേക്കും അവിടെ നിന്നൊരു സൗണ്ട് കിട്ടുന്നുണ്ട്. അങ്ങോട്ട് നോട്ടം. നീ കല്ലെടുത്തോണ്ട ഉച്ചിങ്ങ എന്തിട്ടത് ഇടുവാ കുഞ്ഞുമണിയെ. അന്നല്ല വിളിച്ച്, കുട്ടൂസിനെ അല്ല വിളിച്ച കേട്ടാ. കുട്ടൂസിൻ്റെ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ പപ്പ വലിയ തരാം കേട്ടോ എല്ലാവർക്കും. കുഞ്ഞുമണി ഇങ്ങോട്ട് വന്നേ. ഈച്ചനെ പിടിക്കുന്നുണ്ട്. പോകാം ഈച്ച കൊടുക്കാം. പൊന്തണില്ല. വലിയ പെണ്ണായി. പപ്പയ്ക്ക് എടുക്കാൻ പറ്റണില്ല. വലിയ പെണ്ണായിട്ടുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. നീ വെയിറ്റ് വന്നിട്ടുണ്ട്. നല്ല വെയിറ്റും നല്ല നീളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പൊന്തണില്ല പപ്പയ്ക്ക്. സുന്ദരി പെണ്ണിനെ പൊന്തണില്ല പപ്പയ്ക്ക്. അത് നോക്കിയ വീഡിയോയിലേക്ക് നോക്കിയേ. ഹായ് പറഞ്ഞ എല്ലാവരോടും ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞ കൈ കൊണ്ട് ഹായ്. എങ്ങനെയാ പറയാ നമ്മള് ഹായ് എന്ന് പറഞ്ഞ? എല്ലാവർക്കും സുഖല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അടി കിട്ടും. കുഞ്ഞുമണിയുടെ വീഡിയോ മുൻപ് എടുത്തു വെച്ചത് അവൾക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ. അവൾ നോക്കിയിരിക്കുന്നുണ്ട്. അവളെ തന്നെ അതിൽ കാണുന്നത്. അവൾ ആദ്യമായിട്ട് കാണുകയാണ് ഈ സംഭവം. അവളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ്. നന്നായി നോക്കുന്നുണ്ട്. കുഞ്ഞുമണിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് മൊബൈൽ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവളിൻ്റെ അരിയത്ത് വന്നപ്പോൾ ഞാൻ അവളെ
എടുത്ത് എൻ്റെ മടിയിൽ കിടത്തി. അപ്പോൾ അവൾ പാലുകൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൾ അവിടെ കിടന്ന് ഉറങ്ങി. കുഞ്ഞുമണിക്കും മണിക്കുട്ടിക്കും ഭക്ഷണം കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞുമണിക്കുള്ളിൽ ഇങ്ങനെ ഇറച്ചി പിച്ചി ചീന്തിട്ട് ഇട്ടിട്ടുള്ളത്. മണിക്കുട്ടിക്ക് എല്ലുകൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അവർക്ക് പിന്നെ എല്ലാണല്ലോ കൊടുക്കാറ് അധികം. ചോറിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 പീസ് എല്ലിട്ടിട്ട് അതിൻ്റെ കുറച്ച് ഗ്രേവിയൊക്കെ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാറ്. അപ്പോൾ കുഞ്ഞുമണി അവളുടെ ഫുഡ് തിന്നുന്നുണ്ട്, ഇപ്പുറത്ത് മണിക്കുട്ടിയുടെ ഫുഡും തിന്നുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഉണ്ടായ സംഭവമാണ് ഇപ്പോൾ രസമായത്. കുഞ്ഞുമണി വന്നിട്ട് മണിക്കുട്ടിയുടെ വലിയൊരു എല്ലെടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇട്ടു, കണ്ടില്ലേ? എന്നിട്ട് അതുമ്മ ഇപ്പോൾ പിടിച്ച് കളിക്കുകയാണ്. കുഞ്ഞുമണിയും മണിക്കുട്ടിയും തമ്മിൽ നല്ല കളിയാട്ടാ. കുറേ നേരമായി അവർ കളി തുടങ്ങിയിട്ട്. നമ്മുടെ ഇതിൻ്റെ മുന്നത്തെ കുട്ടീനെ നമ്മൾ കണ്ണൂർക്ക് വിട്ടതിന് ശേഷം ഇവൾ ഒറ്റയ്ക്കായല്ലോ. കുഞ്ഞുമണി ഒറ്റയ്ക്കാണ്. അന്ന് തൊട്ടിട്ട് മണിക്കുട്ടിയും തമ്മിൽ ഭയങ്കര കളി, അവർ ഭയങ്കര ടീമായി മാറി. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞുമണീനെയും മണിക്കുട്ടീനെയും ഉക്രപ്പനെയും കുട്ടൂസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.